നിങ്ങൾക്ക് മുട്ടുവേദനയുണ്ടോ? എല്ല് തേയ്മാനം, മുട്ടുവേദന കാരണം കാല് വളഞ്ഞു വരുന്ന ഒരു പ്രവണത, ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല എക്സസൈസുകളാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പൊ ഇതൊന്ന് ഈ എക്സസൈസുകളൊന്ന് ചെയ്തു നോക്കും, നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അതേപോലെ നല്ല പെയിൻ ഉള്ളവർക്ക് വേദന കുറയാനായിട്ട് ഏറ്റവും നല്ല എക്സസൈസുകളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? നമ്മൾ സ്വാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുട്ടുവേദന കാരണം ഇങ്ങനെ ഇരുന്ന് എണീക്കാൻ പറ്റാത്തവർക്ക് ആയിട്ട് ഞാൻ ആദ്യം 2 എക്സസൈസ് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ഇരുന്ന് എണീക്കുമ്പോൾ അവർക്ക് നല്ല വേദനയായിരിക്കും കാല് ഇങ്ങനെ നിവർത്താനായിട്ട്. അപ്പൊ ആദ്യം തന്നെ ഇരുന്ന് പെട്ടെന്ന് എണീക്കാതെ നമ്മൾ ഈ എക്സസൈസ് ചെയ്തതിന് ശേഷം മാത്രം എഴുന്നേൽക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ലോവിലി ചെയ്യേണ്ട എക്സസൈസ് ആണിത്. അപ്പൊ നമ്മളുടെ ഇരുകാലുകളും ചെയ്യണം. ഒരു കാലിനെ വേദനയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു കാല് മാറ്റി വെക്കരുത്. 2 കാലും ചെയ്യണം, ഓരോരോ കാലുകളായിട്ട്. ഒപ്പം ചെയ്യണ്ട, ഓരോന്നായിട്ട്. സ്ലോവിലി കാലിങ്ങനെ പതിയെ നിങ്ങൾക്ക് എത്ര കൊണ്ട്, അതായത് സ്ട്രൈറ്റ് ആയിട്ട് 100% നിവർത്താൻ പറ്റുമെങ്കിൽ അത്ര ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ നിവർത്താൻ പറ്റുക അതുവരെ സ്ലോവിലി നിവർത്തി മടക്കുക. ഒരു 90 ഡിഗ്രി എത്തിച്ചാൽ അത്രയും നല്ലത്. പക്ഷെ നമ്മളത് ചെയ്ത് വേദന കുറയുമ്പോൾ നമുക്ക് ഉയർത്താൻ പറ്റും. അപ്പോൾ 2 കാലുകളും സ്ലോവിലി നിങ്ങൾക്ക് പറ്റാവുന്ന അത്ര ഉയർത്തുക. മുട്ടുവേദനയുള്ളവർക്കൊന്നും ഇത്ര ഉയർത്താൻ പറ്റില്ല കേട്ടോ, നല്ല പെയിൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത്രേ പറ്റുള്ളൂ എന്ന് വെച്ചാൽ അത്ര ചെയ്താൽ മതി. സ്ലോവിലി മടക്കുക. ഇതേപോലെ ഒരു 3 ടൈംസ് സ്ലോവിലി, വളരെ സ്ലോവിലി ചെയ്തതിന് ശേഷം മാത്രം എഴുന്നേൽക്കുക. ആ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും. നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ കാലിന്. അപ്പോൾ ഇത് നമ്മളുടെ കാൽമുട്ടിൽ തേയ്മാനം വരുമ്പോൾ നമ്മൾ അതിൽ നീർക്കെട്ടും ഉണ്ടാവും. ആ നീർക്കെട്ടിനെ ഇല്ലാതാക്കാൻ ഈ എക്സസൈസ് കൊണ്ട് സാധിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഈ കാലുവേദന ഉള്ളവർക്ക്, തേയ്മാനം ഉള്ളവർക്ക് വളരെ റിസൾട്ട് കിട്ടുന്ന എക്സസൈസ് ആണ് ഇതെന്ന് പറയാൻ കാരണം. പിന്നെ നമ്മളുടെ ഈ തുടയുടെ മുകളിൽ കാണുന്ന മസിൽസ് ബൾക്കായിട്ടുണ്ടാവും. അപ്പൊ അതിനൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനും ആക്ടിവേറ്റ് ആക്കാനും ഈ എക്സസൈസ് കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കാലുവേദന, അതായത് നമ്മൾ കാലുവേദനയുള്ള ഒരു കാല് ഇളക്കാതെ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അങ്ങനെയുള്ള എനക്കാതിരിക്കുന്ന കാലിന് പെട്ടെന്ന് ഇളകുമ്പോൾ ഉണ്ടാകുന്ന ആ വേദനയുടെ ആക്കം കുറയ്ക്കാനും നല്ലൊരു ആയാസം കിട്ടാനും ഇത് വളരെ, ആ ലോക്കിംഗ് സിസ്റ്റത്തിനെ ഇല്ലാതാക്കാനായിട്ട് ഈ എക്സസൈസ് കൊണ്ട് സാധിക്കും. അതേപോലെ തന്നെ ഇനി കിടന്നുറങ്ങി എണീക്കുമ്പോൾ ഇതേപോലെ തന്നെ ചെയ്യണം. ഇരുന്ന് എണീക്കുന്ന സമയത്ത് ഇതേപോലെയും, ഇനി കിടന്നുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ആ പൊസിഷൻ കാണിച്ചു തരാം. ഇതേപോലെ കാല് സ്ലോവില് മടക്കി കൊടുക്കുക. നിങ്ങൾക്ക് എത്ര % മടക്കാൻ പറ്റുമോ അത്രയും മടക്കി സ്ലോവിലി നിവർത്താം. ഇതേപോലെ നെക്സ്റ്റ് ലെഗും സ്ലോവിലി തന്നെ ചെയ്യണം. ഇതൊരു 3 ടൈംസ് ചെയ്തതിന് ശേഷം മാത്രം എഴുന്നേൽക്കുക. അപ്പൊ നിങ്ങൾക്ക് വേദനയ്ക്ക് നല്ല ആശ്വാസം കിട്ടും. സാധാരണ മുട്ടുവേദനയുള്ളവര് ഒരു രാത്രി ഉറങ്ങി എണീക്കുമ്പോൾ നല്ല പെയിൻ ആയിരിക്കും കാല് എടുത്ത് പൊന്തിക്കുമ്പോൾ. അത് മുട്ടുവേദനയുള്ളവർക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. അപ്പോൾ അവർക്ക് പ്രത്യേകം ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. വളരെ സ്ലോവിലി വേണം ചെയ്യാനായിട്ട്. അപ്പൊ നല്ലൊരു ആശ്വാസം കിട്ടും. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ എന്തായാലും തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടുന്ന എക്സസൈസ് ആണ്. അപ്പോൾ വേദനയുള്ളവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട്, അതായത് മുട്ടുവേദന വരാതിരിക്കാനും വന്നവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവരും ചെയ്താൽ നമുക്ക് മുട്ടുവേദന തുടങ്ങുമ്പോൾ തന്നെ ചെയ്തു തുടങ്ങിയാൽ നമുക്ക് സർജറി വരെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാം. ഇപ്പോൾ കുറച്ചു കാലം നമ്മൾ മുട്ടുവേദനയും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് പറയുന്നത് സർജറി ആണെന്നാണ്, മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. അപ്പൊ അതിലേക്കൊന്നും എത്താതെ നമുക്ക് എക്സസൈസിലൂടെ ഒരു കുഴപ്പവുമില്ലാതെ മുന്നോട്ട് പോകാൻ ഈ എക്സസൈസുകൾക്ക് പറ്റും. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ക്ലോത്താണ്, അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റോ നല്ല കട്ടിയുള്ള ഒരു തോർത്താണെന്ന് വെച്ചാൽ അത് റോൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ മാറ്റോ, ഒത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള മാറ്റോ എന്തെങ്കിലും എടുത്ത്, അല്ലെങ്കിൽ പില്ലോ ആണെങ്കിൽ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് കാലിന്റെ മുട്ടിന്റെ കറക്റ്റ് സെൻട്രലായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് മുട്ടിനൊന്ന് പ്രസ് ചെയ്യുക. ഇനി
കൈ വേണ്ട, കാലുകൊണ്ട് തന്നെയാണെങ്കിൽ അങ്ങനെ ഒന്ന് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, റിലാക്സ് ചെയ്യാം. നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, റിലാക്സ് ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ ഇച്ചിരി പ്രായമായവരാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പ്രസ്സിങ് കറക്റ്റായിട്ട് കാലിലേക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ഒന്ന് മുട്ടുമ്മ പിടിച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒന്ന്, അതായത് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം റിലാക്സ് ചെയ്യാം. അതുപോലെ 2 കാലിലും ചെയ്യാം. ഈ എക്സസൈസുകൾ കാൽമുട്ട് വേദന കാരണം വളഞ്ഞിരിക്കുന്ന കാലുകൾ കൂടുതൽ വളയാതിരിക്കാനും വളവ് പതിയെ പതിയെ നിവരാനും സഹായിക്കും കേട്ടോ. ഇതൊരു 3 നേരം 5 തവണ വെച്ചിട്ടെങ്കിലും ചെയ്യണം. 5ഓ 6ഓ, ഇനി അത് കൂടുതലായാലും നല്ലതാണ്. ചുരുങ്ങി ഇത് ഒരു 5 തവണയെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. എന്നാലാണ് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുള്ളൂ. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഈ കാലിനെ രണ്ടിനും ഒന്ന് സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഈ മസിൽസിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാലിൻ്റെ മുട്ട് സ്ട്രൈറ്റ് ആക്കുന്ന വിധത്തിൽ ഒന്ന് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നതോടൊപ്പം നമ്മളുടെ കാലിനെ മുട്ടിൻ്റെ ആ ലെവലിലൊന്ന് ഉയർത്തി കൊടുക്കുക, റിലാക്സ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് എത്ര സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ അത്രയും സമയം ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം റിലാക്സ് ചെയ്യാം. ഇനി അടുത്ത എക്സസൈസ്, നമ്മൾ കിടന്നുകൊണ്ട് കാല് മടക്കി ഇതേപോലെ വെച്ചിട്ട് കൈകൾ രണ്ടും പതിച്ച് വെച്ചതിന് ശേഷം ബട്ടക്സ് ഒന്ന് ഉയർത്തി കൊടുക്കുക. ഇതും തുടയിലെ മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും പറ്റിയ മറ്റൊരു എക്സസൈസ് ആണ് കേട്ടോ. എത്ര സമയം നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ അത്രയും സമയം ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം റിലാക്സ് ചെയ്യാം. യോഗ എക്സസൈസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ശ്വാസം എടുത്തുകൊണ്ട്, ശസ്ത്രക്രിയ പറഞ്ഞവർ ചെയ്യാൻ ശ്രമിക്കരുത്. നല്ല പെയിൻ ആയിരിക്കും. അവർ ഡോക്ടർ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. തുടക്കത്തിലെ ഈ എക്സസൈസുകൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശസ്ത്രക്രിയയിലേക്ക് പോകാതെ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണ്. ശ്വാസം വിട്ടുകൊണ്ട് റിലാക്സ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, ഫിംഗേഴ്സിൽ നിൽക്കുന്ന ഒരു എക്സസൈസാണ്. നന്നായി കാലുകൾക്ക് സ്ട്രെച്ചിങ് കിട്ടുന്ന എക്സസൈസ്. നമ്മുടെ കാൽമുട്ടിലെ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിലുള്ള ബയോമോളിക്യൂൾസിൻ്റെ തോത് കൂട്ടാനും വെയിറ്റ് കൂട്ടാനും ക്വാളിറ്റി കൂട്ടാനും ഒക്കെ ഈ എക്സസൈസ് വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളുടെ തേയ്മാനമുള്ള കാലിലുണ്ടാകുന്ന നീർക്കെട്ടിനെയൊക്കെ കുറയ്ക്കാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഈ പറഞ്ഞ എക്സസൈസുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തേയ്മാനത്തെ തുടർന്നുള്ള ശസ്ത്രക്രിയയൊക്കെ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. അതുകൊണ്ട് തുടക്കം തന്നെ ശീലമാക്കാം ഈ എക്സസൈസുകൾ. ഇനി നമുക്ക് കാൽമുട്ട് വേദന ഉള്ളപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത എക്സസൈസുകൾ ഒന്ന് പറഞ്ഞു തരാം. അതായത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, തറയിൽ ഇരുന്നിട്ട് എണീക്കുന്ന ആ രീതി ഒഴിവാക്കുക. അപ്പോൾ അത് കാൽമുട്ടിന് നല്ല സ്ട്രെയിൻ ആണ്. അതേപോലെ പുഷപ്പ് എടുക്കുക, വെയിറ്റ് എടുക്കുക, അതൊക്കെ മുട്ടിലേക്കാണ് ഓവർ സ്ട്രെയിൻ വരുന്നത്. അപ്പോൾ മുട്ടുവേദനയൊക്കെ ഇരട്ടിയാവും. അതേപോലെ ഓടാൻ പോവുക, അത് ചെയ്യരുത്. നിങ്ങൾക്ക് ജോഗിങ്ങിന് പോകണമെങ്കിൽ നടക്കാം. സ്ട്രൈറ്റ് റോഡിലൂടെ, അതായത് കയറ്റവും ഇറക്കവും ഇല്ലാത്ത സ്ട്രൈറ്റ് റോഡിലൂടെ സ്ലോവിലി നടക്കാം. അത് കാലിന് ഉത്തമമാണ്. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണം. നമ്മളുടെ കാലിന് സ്ട്രെയിൻ വരുന്ന കാര്യങ്ങൾ, ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതേപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നോക്കിയാൽ അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, അറിയാൻ പറ്റും, മുട്ടുവേദനയുള്ള ആൾക്കാർക്ക് നടത്തത്തിൽ ഒരു മാറ്റം ഉണ്ടാവും, ഒരു ആട്ടം ഉണ്ടാവും. അത് അവരുടെ വേദന ബാലൻസ് ചെയ്തിട്ട് നടക്കുമ്പോൾ ഒരു ചരിവ്, ഒരു ആട്ടം ഒക്കെ ഉണ്ടാവും. അപ്പം അതടക്കം നമ്മൾ ഈ എക്സസൈസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിലടക്കം മാറ്റം വരുന്നത് കാണാൻ സാധിക്കും. അതായത് നമുക്ക് ആ വേദന കുറയുമ്പോൾ തന്നെ നമ്മളുടെ നടത്തം റെഡിയാവും. അപ്പോൾ അത് പതിയെ പതിയെ നമുക്ക് നമ്മളിലൂടെ അറിയാൻ സാധിക്കും. അപ്പോൾ വളരെയധികം ബെനിഫിറ്റ് ഉള്ള എക്സസൈസുകളാണ് ഞാൻ ഈ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ വേദനയുള്ളവർ, അത് എല്ല് തേയ്മാനത്തിൻ്റെ ആവാം അല്ലെങ്കിൽ തടി കൂടിയിട്ടാവാം, എല്ലാവർക്കും ഈ എക്സസൈസുകൾ ഒത്തിരി ഗുണം ചെയ്യുന്ന എക്സസൈസുകളാണ്. ഇത് നിങ്ങൾ ബ്രേക്ക് ചെയ്യാതെ, അതായത് മുട്ടുവേദന മാറി എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാതെ നിങ്ങളൊരു 5-6 മാസം തുടർച്ചയായി ചെയ്ത് നോക്കൂ. എല്ല് തേയ്മാനം ഉള്ളവർക്കൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടാവും. നിങ്ങൾ ഒട്ടും ഈ ശസ്ത്രക്രിയ എന്നുള്ള ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾക്ക് ചിന്തിക്കേണ്ടേ വരില്ല. കാരണം അത്രയും ബെനിഫിറ്റ് ഉള്ള എക്സസൈസുകളാണ്. കാൽമുട്ട് വേദന കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഇത് ശീലമാക്കുക. അപ്പം നമുക്ക് വളരെയധികം ബെനിഫിറ്റ് ഉള്ള എക്സസൈസുകളാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.